ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് കേട്ട്. ആ ഈ വണ്ടി തന്നെ എന്റെ മോന്റെയാ. മോനെ ഇതാ സുഡു ഉപയോഗിച്ച വണ്ടിയാന്ന് മോനെ. ഒരു ജേഴ്സി ഷോർട്സ് ഇട്ടാ നീയും സുഡു തന്നെയാണ്. ഇപ്പൊ ഒന്നേ ഒന്ന്. ആ ഞാനൊന്ന് മോനെ വിളിക്കാം. മോനെ സുധീഷേ. എന്താ അച്ഛാ? അല്ല നിങ്ങൾ എന്ത് ചെയ്യും? അച്ഛൻ പാപ്പാനാ. എന്തിന്റെ പാപ്പാൻ? ഒട്ടകപ്പക്ഷിയുടെ ഇപ്പൊ അതിനാണുള്ള പാപ്പാനുള്ള ഡോ ആന പാപ്പാൻ. അല്ല ഹാൻഡിക്കാപ്ഡ് ആനയുടെ പാപ്പാനായിരിക്കും. രണ്ടേ രണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെ വല്ല മതപ്പാടുണ്ടാ? വണ്ടിയുടെ മതം ഏതെന്നാ ചോദിക്കണേ. അതെന്ത് പറയാൻ, ഞങ്ങൾ ഹിന്ദുവാണ്, ഈ വണ്ടി ഹിന്ദു. അതല്ല അച്ഛൻ ചോദിച്ചേ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്നാ. അതായിരുന്നാ ഒറ്റ സ്ക്രാച്ചിലെ കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി. ഇതിന്റെ നീരുവാലൊക്കെ കഴിഞ്ഞാണോ? അതെങ്ങനെ മനസ്സിലായി കാലിൽ നീരുണ്ടെന്ന്? അതല്ല വണ്ടിയുടെ സർവീസ് ഒക്കെ എങ്ങനെയാന്ന് ചോദിച്ചേ. പക്ക ഷോറൂം സർവീസ് നമ്മുടെ പ്രിന്റുവിന്റെ വർക്ക്ഷോപ്പില്. എന്താ വെച്ചാൽ ആനപ്പീട മണം, പിണ്ടത്തിന്റെ മണം. ഇതാണ് പിണ്ടൻ സ്പ്രേ. അടിച്ചാലേ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അച്ഛന്മാരേതോ കൂടിയ ആനപ്രാന്തന്മാരാ. ഇവര് ഈ വണ്ടി മുൻപിൽ എഴുന്നള്ളിപ്പിനും പോകും. പോണ വഴിക്ക് ഒരു ചങ്ങല വാങ്ങണം, ഇവനൊന്ന് തളക്കണം. പിന്നെ ഇവന്റെ ആനവാല് കുറവാട്ടാ. ആണെങ്കിൽ ആനനെ കുളിപ്പി 5 കാലി വെള്ളം കയറാണ്ട് വെക്കണം കേട്ടോ. അതല്ല സൈലൻസറിൽ വെള്ളം കയറാണ്ട് വെക്കണം കേട്ടോ. ഇന്ന് തന്നെ ഇവനെ കൊണ്ടേ നടക്കിയിരുത്തണം. ആനയുടെ മുമ്പിൽ കറുത്താണ്, വേണമെങ്കിൽ പെയിന്റ് അടിച്ചോട്ടാ. ഇവിടെ ചെറുപ്പള്ളിശ്ശേരി കുട്ടിശങ്കരൻ അടിക്കണം. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇതിന് പട്ടയാണോ പനയാണോ കൊടുക്കാറ്? ഇതിന് ഞങ്ങൾ 4 നേരം പിണ്ണാക്കാൻ കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം അവൽ മിൽക്കും കൊടുക്കും. നിങ്ങൾ കളിയാക്കിയാണോ? ആനേനെ എങ്ങനെ നോക്കുന്നത് ഞങ്ങൾക്കറിയില്ലേ. ഇതിന്റെ റേറ്റ് എങ്ങനെ? നിങ്ങൾ എന്തോ പറഞ്ഞായിരുന്നല്ല. അത് നമുക്ക് നെഗോഷ്യബിൾ ആക്കാം. അതെന്ത് ഇത് പറഞ്ഞത്? അങ്ങനെയല്ലല്ല, വിളിച്ചപ്പോ പൈസ കുറയ്ക്കാന്നല്ലേ പറഞ്ഞു, ഇപ്പൊ നെഗോഷ്യബിളാ.